ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ബ്രഹ്മാസ്ത്ര ബുദ്ധിയുള്ള അവസാന വാക്ക് എന്ന് പറയാവുന്ന കഴിവ് നമ്മളിലേക്ക് ഉണ്ടാക്കുന്ന ഒരു അമൂല്യ പ്രയോഗമാണ് ഈ പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഏതൊരു വ്യക്തിയുടെയും കഴിവും ബുദ്ധിയും പ്രയോഗങ്ങളൊക്കെ അങ്ങേയറ്റം ഷാർപ്പും ലോകപ്രശസ്തനായി മാറുന്ന ആ കഴിവ് നമ്മളിലേക്ക് ഉണ്ടാവുന്ന ഒരു അമൂല്യമായ ക്രിയ. എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം, കാർത്തിക ആയുർവേദിക് സഞ്ജൂർ നമ്പിശമ്പടി. ലോകത്തിലെ തന്നെ ഏറ്റവും ഭീതി ഉണ്ടാക്കുന്നതാണ് അണുബോംബ്. അതുപോലെ തന്നെയാണ് ആ അണുബോംബിന്റെ ശക്തി കിട്ടുന്ന ഒരു അമൂല്യമായ പവർ നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആയുധങ്ങളിലെ ബ്രഹ്മാസ്ത്രം അതാണ് ഏറ്റവും ടോപ്പ് എന്ന് വെച്ചാൽ അണുബോംബിന്റെ അതേ സാധനം, അതിനേക്കാൾ പവർ ഉള്ളത്. അപ്പൊ ഈ അണുബോംബുള്ളൊരു രാജ്യത്തിനെ മറ്റു രാജ്യങ്ങൾ ഉപദ്രവിക്കില്ല, കാരണം അവരിൽ അണുബോംബ് കിട്ടാന്ന് പറഞ്ഞിട്ട് മാനിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ കയ്യിൽ ഈ ബ്രഹ്മാസ്ത്ര ചൈതന്യം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ പ്രകൃതിയിലെ ഒരു നെഗറ്റീവും അടുക്കില്ലെന്ന് മാത്രമല്ല, ഒരു മനുഷ്യനും വിരോധമായിട്ട് നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ സ്വയം അയാൾ നശിക്കുക എന്നുള്ളത് മാത്രമല്ല, എന്തൊക്കെ ദുരിതങ്ങൾ നമ്മളിലുണ്ടോ അതിൽ നിന്നും മോക്ഷം കിട്ടി അനുഗ്രഹമായ സന്തുഷ്ടമായ ഒരു ജീവിതം നമുക്ക് ഉണ്ടാവണമെങ്കിൽ പൈശാചികത അടുക്കാതിരുന്നാൽ മാത്രം മതി. ഏതൊരു വ്യക്തിക്കും പ്രയത്നത്തിനനുസരിച്ച ആ ഒരു മൂല്യം അയാളുടെ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷെ പൈശാചികതയും ശത്രുക്കളെ കൊണ്ടും സമാധാനം എന്നൊരു സാധനം നല്ല ജീവിക്കാൻ തന്നെ പറ്റാത്ത തരത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. നമ്മൾ എത്രമാത്രം ഏതൊക്കെ തരത്തിൽ തന്നെ പ്രയത്നിച്ചാലും എവിടെ എത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾക്കൊക്കെ ഇതൊരു മറ്റൊരാൾ ചെയ്തു തരേണ്ട കാര്യമല്ല, നമ്മൾ സ്വമേധയാൽ നേടിയെടുക്കേണ്ടതാണ്. അതിനെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രകൃതിയിലുള്ള ബ്രഹ്മീദേവി എന്ന് പറയുന്ന ഒരു ദേവതയാണ് ബ്രഹ്മാസ്ത്ര. ആ ചൈതന്യത്തിന്റെ പവർ നമ്മളിലേക്ക് ഉണ്ടാവുക. ഇതിന് നമ്മൾ നല്ല ശുദ്ധമായി കുളിച്ചിരിക്കണം. ശുദ്ധമായി കുളിക്കുക എന്നല്ല, ഭസ്മങ്ങളൊക്കെ തൊട്ട് നല്ലതുപോലെ ഏകാഗ്രമായിട്ടിരിക്കണം എന്നുണ്ട്. അതിന് മുൻപ് തന്നെ നമ്മൾ 5 തവണ നമ്മുടെ ഉള്ള ശ്വാസങ്ങളൊക്കെ പുറന്തള്ളി മാക്സിമം ശ്വാസം വലിച്ചെടുത്ത് കുറച്ചു നേരം ശ്വാസം പിടിച്ച് മാക്സിമം ശ്വാസം പിടിച്ച് മെല്ലെ ശ്വാസം വിടുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യം ചെയ്യാന്ന് വെച്ചാൽ ഉണ്ടായിരുന്ന ശ്വാസത്തെയൊക്കെ ഉദിച്ച് പുറത്തേക്ക് കളയുക. അതിനുശേഷം നല്ലതുപോലെ മാക്സിമം ശ്വാസം വലിക്കുക. പിന്നെ എത്രമാത്രം ശ്വാസം പിടിക്കാൻ പറ്റുമെങ്കിൽ അത് പിടിച്ചതിന് ശേഷം മെല്ലെ ശ്വാസം വിടുക. ഇതാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ ആദ്യമായിട്ട് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് സർവ്വ നാഡീഞരമ്പുകളിലേക്കും രക്തോട്ടം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഏകാഗ്രമായിട്ട് ഇരുന്നു കൊണ്ട് നമ്മളെന്താണ് ഒരു അമ്പും വില്ലും ഉള്ളതായിട്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു അമ്പ് വില്ലും ഇങ്ങനെ കാണുന്നതായിട്ട് ധ്യാനിച്ചു കൊണ്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ. ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ വായുവിൽ നിന്നും പൊന്തി വരുന്നതായിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്കുണ്ടാവും. അതിനുശേഷം എന്താണ് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ അസ്ത്രം നമ്മളിലേക്ക് ഇങ്ങനെ അടുത്തു വരുന്നതായിട്ട് കാണാം. അങ്ങനെ നമ്മളൊക്കെ അത് വായുവിലൂടെ തന്നെ നമ്മളിലേക്ക് വരുന്ന ഒരു ഭാവന നമ്മളിൽ ഫീൽ ചെയ്തു തുടങ്ങുമ്പോഴും ഈ അസ്ത്രത്തെ നമ്മളിവിടെ ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ തുടങ്ങുമ്പോഴേക്കും ഈ ബ്രഹ്മാസ്ത്ര ചൈതന്യ പവർ നമ്മളിൽ ആയി വരും എന്നുള്ളതാണ്. ഈ പവർ നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ബ്രഹ്മാസ്ത്രം എവിടേക്കും വിടലല്ല. നമ്മളെന്താന്ന് വെച്ചാൽ ഈ ചൈതന്യം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രകൃതിയിലെ പൈശാചികതയും അടുക്കില്ല. ഇതിന്റെ മേലേക്ക് ഒന്നില്ല. അത് ചില ബ്രഹ്മാസ്ത്രം വിടും എന്ന് പറഞ്ഞാൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സാധനം അണുബോംബ് എന്ന് പറയുന്ന പോലത്തെ സാധനം. അതാണ് നശിപ്പിക്കാൻ കഴിവുള്ള ഒരു ആളെടുത്തേക്ക്, ഭസ്മീകരിക്കാൻ കഴിവുള്ള ഒരാളെടുത്തേക്ക് ഒരു പൈശാചികതയും വരില്ല എന്നുള്ള കാര്യം സംശയമില്ല. ഇപ്പൊ ശത്രുക്കൾക്ക് ഒരു പരിപാടിയുണ്ട്, ഒന്ന് പോയേക്കാന്ന്. അപ്പൊ നമ്മളെന്താണ് ഈ ചൂട്ടും കെട്ടായിട്ട് തീക്കട്ടയിലേക്ക് പോയാൽ എന്താണ്ടാവുക, ആ ചൂട്ട കത്തി പോകും. അതുപോലെയാണ് ഇത് സംഭവം. ഈ ചെറിയ ചെറിയ സാധനങ്ങളായിട്ട് ഇപ്പൊ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ എന്താണ്ടാവുക, അത് ഇരുമ്പടക്കം പഴുത്തുരുക്കി പോണ തരത്തിലുള്ള
പവറാണ് നമ്മളിലുള്ളത്. അപ്പോൾ ഈ വക സാധനങ്ങൾ എന്നല്ല ഒന്നും എടുക്കില്ല എന്ന് മാത്രമല്ല, അത് അത്രമാത്രം എഫക്റ്റീവാണ്. ഇതിന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ മനസ്സിൻ്റെ ഏകാഗ്രമായിട്ടുള്ള അതിനെ നിയന്ത്രിക്കാനുള്ള പവറിലൂടെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു എനർജി നമ്മളിൽ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് തീയിൻ്റേതായിട്ടുള്ള ഒരു ഇതാണ് തുറക്കുക. നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഒരാളെടുത്തുകൂടെ പോകാൻ തന്നെ പറ്റില്ല, അമ്മാതിരി പവറായിട്ടുള്ള തേജസ്സുള്ളൊരു വ്യക്തിയായി മാറും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കാൻ, ഇപ്പോൾ ഒരു സർവ്വശക്തനായ ഒരാളായി മാറണമെന്നുണ്ടെങ്കിൽ, സർവ്വദോഷങ്ങളും ഒരു തരത്തിലുള്ള ദോഷങ്ങളും അടുക്കാതിരിക്കണമെങ്കിൽ, എന്തെന്നെ വന്നാലും നമുക്ക് തട്ടാതിരിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതം സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനും നേടിയെടുക്കാനുള്ള കഴിവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പവർ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ആദ്യം തന്നെ ബ്രഹ്മീദേവിയുടെ മന്ത്രം കണ്ടെത്തിയ ഋഷീശ്വര, അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്ര മന്ത്രം കണ്ടെത്തിയ ഋഷീശ്വരൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഈ ചൈതന്യം ഉണ്ടാവണേ, ഈ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ചൊല്ലേണ്ടത്. ഈ മന്ത്രജപം നമുക്ക് ദിവസം ഒരു 108 തവണയോ 1008 തവണയോ 336 തവണയോ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുക. ഈ ഹസ്ത്ര നമ്മൾ ധ്യാനിച്ച് ഇവിടെ തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് എന്താണ്, ഈ അനുഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ മന്ത്രം ഇതാണ്: അഘോരരൂപേ ശ്രീ ബ്രാഹ്മി അവതാര ബ്രഹ്മാസ്ത്രം ദേഹീമേ ദേഹി സ്വാഹ. ഇതാണ് ജപിക്കേണ്ടത്. ഇങ്ങനെ ജപിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ആ എഫക്റ്റ് നമ്മളിലേക്ക് ഇങ്ങനെ ഉണ്ടായി വരും. അത് മറ്റുള്ള ആളുകളൊക്കെ ചില യോഗികളും മുനിമാരും ദേവന്മാരൊക്കെ കഠിന തപസ്സൊക്കെയാണ്. നമുക്ക് മനുഷ്യന്മാരുടേതായ ഒരു ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജപം ആയി മാറ്റുമ്പോൾ തന്നെ നമ്മൾക്ക് ഇതിനെ നേടിയെടുക്കാനുള്ള കഴിവുണ്ടാവും എന്നുള്ളതാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഓം നമഃ ശിവായ എന്നും ഓം നമോ നാരായണായ നമാണ് 108 തവണ വീതം നമ്മൾ ജപിക്കുക. ജപിക്കുമ്പോൾ എന്താണ്, നമുക്ക് ഈ ഒരു ഇത്രയും വലിയൊരു എന്താ പറയുക, ഒരു പവർ, ഇത്രയും വലിയൊരു പവറാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത്. ഇത്രയും നല്ലൊരു കഴിവാണ് നമുക്ക് ഉണ്ടാവുന്നത്. അതിന് നമ്മൾ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൻ്റെ ദോഷങ്ങളും ദുരിതങ്ങളും മാറി അനുഗ്രഹമായിട്ട് വരാനും, ഈ ദേവ ചൈതന്യത്തിൻ്റെ ഒരു അനുഗ്രഹമൊക്കെ നമ്മളിലേക്ക് ആയി വരാനുള്ള ഇത് ചെയ്യുന്നത്, ഇത് വ്യക്തിപ്രഭാവം വർദ്ധിപ്പിക്കാനാണ്. മറ്റൊരാളെ ഉപദ്രവിക്കുക എന്നുള്ള ചിന്ത പാടില്ല. നമുക്ക് നല്ലൊരു രീതിയിലേക്ക് നമ്മുടെ കഴിവുണ്ടാവാനും മറ്റു പൈശാചികതകളൊക്കെ ഒഴിഞ്ഞു പോകാനുള്ളതാണ് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു വ്യക്തി എന്താണോ ചെയ്യുന്നത് എങ്കിൽ അതിൽ വളരെ അങ്ങേയറ്റം ശോഭിക്കാൻ കഴിയും എന്നതാണ്. കാരണം നമ്മളെ വാക്കുകൾക്ക് വിലയുണ്ടായിരിക്കും, നമ്മുടെ ബുദ്ധി ഷാർപ്പായിരിക്കും, നമ്മൾ ചെയ്യുന്നതൊക്കെ എന്താണ് അങ്ങേയറ്റം പെർഫെക്റ്റ് ആയിരിക്കും. നമുക്ക് പറയുന്ന വാക്കുകൾ എവിടെയാണെങ്കിലും അത്രയും മൂല്യവത്തായിരിക്കും. അങ്ങനെ ആ വ്യക്തിയുടെ അടുത്തേക്ക് മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ തീയിൽ എന്ന പെട്ട പോലെ ആവുന്ന ഒരു പവർ നമുക്ക് ഉണ്ടാവലാണ് ഇതിൻ്റെ പിന്നിലെ കാര്യം. ഇത് ജനങ്ങൾ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും തരത്തിൽ ഇതിന് വരുന്ന സമയത്തൊക്കെ നമുക്കതിന് വേണ്ടതായ സൊല്യൂഷനും മറുപടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു എന്താണ് പറയുക, ആ ഒരു ആറ്റം ബോംബിൻ്റെ പവറുള്ള ബുദ്ധി നമ്മളിൽ ഉണ്ടാവലാണ്. അതാണ് ആ ബ്രഹ്മാസ്ത്രത്തിൻ്റെ വാക്കുകൾ, ബ്രഹ്മാസ്ത്രത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പവറിനോട് ബന്ധപ്പെട്ട കഴിവുകൾ, ബുദ്ധി എന്തും നമ്മളിൽ വളരാതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽത്തുമ്പിലുണ്ടായിരിക്കും